ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ആപ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല, ബ്ലോഗ് എണ്ണാണ്. ബ്ലോഗ് എണ്ണ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ഞാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബ്ലോഗ് എണ്ണിന് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിട്ട് ബാലൻസ് വരുന്ന പൈപ്പ്. ഇപ്പം ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോഗ് എണ്ണിന് വേണ്ട ഇതും പിന്നെ നമ്മൾ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന വേസ്റ്റ് നമ്മൾ അതിൽ നിന്ന് മാറ്റിയിടുന്ന സ്പോഞ്ച് പോലത്തെ ഇതേപോലത്തെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ അതും വേണം. സെലോ ടേപ്പ്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ആണി വേണം. ഞാനിപ്പോൾ കുറച്ച് ആണി മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ആണി വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബേസ് നമുക്ക് ഇതിൽ വേണ്ടത്. ശരി, അപ്പം നമുക്കിത് ഇതിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ നോക്കാം. ഓക്കെ, കറക്റ്റ് പീസിന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനത് പിന്നെ ഇവിടെ ഒരു പഴയ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ ഉണ്ടായിരുന്നുകൊണ്ട് അത് എടുത്തതാണ്. ഓക്കെ 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 നമുക്കിങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശ അളവ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റായിട്ടൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലിങ്ങനെ കവർ ചെയ്തെടുക്കാം. അപ്പം നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്കിത് നന്നായിട്ട് പാക്ക് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിൽ പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും പഴയ എന്തെങ്കിലും ഗം ഉണ്ടെങ്കിൽ അത് മതി. ഞാനിപ്പോൾ എടുക്കുന്ന ഫെവിക്കോളിൻ്റെ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എന്ത് വേണോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ശകലം കുറച്ച് മതിയാവും. അത് അങ്ങനെ അധികമായിട്ടൊന്നും വേണ്ട. ഇനി ഇതിനെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇത് നമ്മൾ ഇനി ചെയ്തെടുക്കേണ്ട ഒരു ചെറിയ സംഭവമുണ്ട്. അതായത് നമ്മൾ ഇതിനെ ചെയ്തെടുക്കേണ്ടത് വെച്ചാൽ ഇതിൽ നമ്മൾ നേരത്തെ നമ്മൾ കാണിച്ചു തന്ന, അതായത് നമ്മൾ ചെറിയൊരു പീസ് എടുക്കുന്നത്, അത് നമ്മൾ എവിടെയാണോ പിടിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കുറച്ച് ദൂരം വെച്ചിട്ട് നമ്മളിതിനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്ക് നോക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസാണ്. അപ്പം നമുക്ക് പിടിക്കേണ്ട ദൂരത്തിൽ നിന്ന് കുറച്ചകലം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇത് ഒട്ടിയിട്ടുണ്ട്. ഫെവിക്കോളായാലും ഉപയോഗിച്ചാൽ, ഇത് ഫെവിക്കോളാണ്, ഇത് വേറെയാണ്. പക്ഷെ ഫെവിക്കോൾ ഉപയോഗിച്ചാലും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഏതെങ്കിലും ഗമ്മ് മതിയാവും. ഇതിപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റോളം വെച്ചിരുന്നാലേ ഇത് നന്നായിട്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഉണങ്ങാൻ വയ്ക്കും. ഇപ്പം ഇത് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് ഒരു പെയിൻറ് ചെയ്തൊന്ന് വൃത്തിയാക്കാം. കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഒരു വൃത്തികേടായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് വൃത്തിയായി എടുക്കാം. ഓക്കെ, പഴയ ബ്രഷുകളാണ്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പഴയ പേപ്പർ മതി നമുക്കിതിന്. കാരണം വെച്ചാൽ ഇത് അങ്ങനെ ഒരുപാട് പേപ്പറൊന്ന് മേടിച്ച് നമ്മൾ വേസ്റ്റ് പേപ്പർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്.
ഇതിന് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്ന് ചുരുട്ടി എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. അത് നമ്മുടെ സൈസ് അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സൈസായിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ വലിപ്പത്തിൽ എടുക്കണം. നമ്മൾ എന്നിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നമ്മൾ പിന്നെ സൊല്യൂഷൻ ടാപ്പ്, നമുക്ക് ഇൻസുലേഷൻ ടാപ്പോ അല്ലെങ്കിൽ ഏതായാലും മതി. അപ്പോൾ ഞാനിതിപ്പം എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വെച്ചൊന്ന് ചെറുതായിട്ട് നമ്മളിങ്ങനെ ചെറിയ പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ സിസറിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് കണ്ടല്ലോ, നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് സൈസ് കണ്ടോ, കറക്റ്റ് സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സൈസിൽ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന വെച്ചാൽ കറക്റ്റിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനിപ്പോൾ നമ്മളിവിടെ മേടിച്ച് ആണി, ജസ്റ്റ് ഒന്ന് ആണി എടുത്ത് ആണി നമ്മൾ മേടിച്ച് ആണി ഇടുക. ഇട്ടിട്ട് അഥവാ താഴോട്ടിറങ്ങി വരില്ല, ചെറിയ ഹോളാണ്, നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ കഴിയും കണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ പഴയ വേസ്റ്റ് പേപ്പറിൽ നമുക്ക് ഇതേപോലെ ഞാൻ കാണിച്ചതുപോലെ ഇങ്ങനെ ചുരുട്ടി നമ്മൾ എടുത്തിട്ട് ആണി വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് എല്ലാത്തിലും പിന്നെ ഗണ്ണ് വെച്ചിട്ടാണ് ഞാനെങ്കിലും നമുക്ക് പ്രസ് ചെയ്ത് ഇതിനൊരു പ്ലേ ഇല്ലാത്ത രീതിയിൽ പേപ്പർ വെച്ചാലും മതിയാവും. അപ്പോൾ നമുക്കിതിപ്പോൾ ആയിട്ടുണ്ട്. ബ്ലോ ഗണ്ണ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇനി നമ്മൾ ഇതിനായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. അതാണ് നമ്മളിങ്ങനെ വയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബ്ലോ ഗണ്ണ് റെഡിയായി. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം എങ്ങനെയാണ് നമ്മളെ സംഭവം നോക്കാം. നല്ല കണ്ടല്ലോ, നല്ല ബലമായിട്ടാണ് ഇരിക്കുന്നത്. ഓയ് വരുന്നില്ല. കണ്ടല്ലോ, ഹലോ ഫ്രണ്ട്സ്, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ ബ്ലോഗ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളെ വീട്ടിലെ പഴയ സാധനം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ശരി, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോ ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും. ബൈ. റെഡി? ഓക്കെ അല്ലേ? ഹലോ.